നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തിന് പുറത്ത് 6 മാസം താമസിച്ചാൽ റെസിഡൻഷ്യൽ വിസകൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇനി ദുബായിലെ പാർക്കുകളിൽ സൗജന്യ വൈഫൈയും ചാർജിംഗ് സൗകര്യവും. സ്മാർട്ട് പാം പദ്ധതിക്ക് തുടക്കമായത് ദുബായ് സബീൽ പാർക്കിൽ. ഈ വർഷം പാർക്കുകളിലും ബീച്ചുകളിലുമായി 52 സ്മാർട്ട് പാമുകൾ കൂടി. ലോകമെമ്പാടുമുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് വൈവിധ്യമായ മത്സ്യങ്ങളൊരുക്കി അൽഐൻ മൃഗശാല അധികൃതർ. മത്സരങ്ങളിലെ മുഖ്യ ആകർഷണം സെൽഫിയുടെ മൃഗശാല പതിപ്പായ സൂഫി. മത്സരത്തിൽ പങ്കെടുക്കാൻ നിരവധി മലയാളികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഷാർജയിലെ ഷേഖ് ഹുമൈദ് ബിൻ സാക്കിർ അൽ കാസ്മി പാലത്തിലൂടെ നാളെ മുതൽ 3 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം. നടപടി അടിയന്തര നവീകരണ പ്രവർത്തനങ്ങൾക്കെന്നും യാത്രക്കാർ സഹകരിക്കണമെന്നും ഷാർജ റോഡ് ഗതാഗത അതോറിറ്റി. വാർത്തകൾ വിശദമായി. രാജ്യത്തിന് പുറത്ത് 6 മാസം താമസിച്ചാൽ റെസിഡൻഷ്യൽ വിസകൾ തനിയെ തന്നെ റദ്ദാക്കപ്പെടുമെന്ന് അധികൃതർ പറഞ്ഞു. ചില പ്രത്യേക വിഭാഗങ്ങൾക്കൊഴികെ മറ്റെല്ലാവർക്കും ഇത് ബാധകമാകുമെന്നും വിദേശകാര്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചു. ഗർഭിണികൾക്ക് പ്രസവ ആവശ്യത്തിനും മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും പോകുന്ന രക്ഷിതാക്കൾക്കും ഈ നീക്കം തിരിച്ചടിയാകുമെന്നാണ് പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ആശങ്കകൾ. രാജ്യത്തിന് പുറത്ത് 6 മാസം താമസിച്ചാൽ UAE-യിലെ റെസിഡൻസ് വിസ റദ്ദാക്കുന്ന സംവിധാനം എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാകുമെന്നാണ് എമിഗ്രേഷൻ ഹെൽപ്പ് ലൈൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതോടെ പ്രസവ ആവശ്യത്തിനായി 6 മാസത്തിലധികം സ്വന്തം നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ഉൾപ്പെടെ റെസിഡൻഷ്യൽ വിസകൾ ക്യാൻസൽ ചെയ്യപ്പെടും. പുതിയ സംവിധാനമനുസരിച്ച് ഇത്തരത്തിൽ പോകുന്നവർ നിലവിലെ വിസ ക്യാൻസൽ ചെയ്ത് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. ചില വിഭാഗങ്ങൾക്ക് ഈ നിയമത്തിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിദേശ മന്ത്രാലയത്തിന്റെ നിയമ കൗൺസിൽ ഉപാധ്യക്ഷൻ ബ്രിഗേഡിയർ ഡോക്ടർ റാഷിദ് സുൽത്താൻ അൽ ഖാദർ അറിയിച്ചു. 6 മാസം വിദേശത്ത് താമസിച്ചാലും വിസ ക്യാൻസൽ ചെയ്യുന്നതിൽ നിന്നും ഇവർക്ക് സംരക്ഷണമുണ്ടാകും. തദ്ദേശീയരുടെ വിദേശികളായ ഭാര്യമാർ, വിദേശത്ത് ആവശ്യമായ രേഖകളോടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ചികിത്സയ്ക്കായി രാജ്യത്തിന് പുറത്തു പോകുന്നവർ എന്നിവർക്കാകും ഇളവ് നൽകുന്നത്. ചികിത്സയ്ക്ക് പോകുന്നവർക്ക് ആരോഗ്യ മന്ത്രാലയവും പോലീസും നൽകുന്ന മെഡിക്കൽ രേഖയുടെ അടിസ്ഥാനത്തിലാകും വിസ നീട്ടി നൽകുക. ഇതോടൊപ്പം നയതന്ത്ര കോൺസുലാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുപോയവർക്കും പരിശീലനത്തിനായോ ജോലിയുടെ ഭാഗമായോ വിദേശത്ത് പോയ സർക്കാർ ജീവനക്കാർക്കും രാജ്യത്തെ പ്രമുഖ നിക്ഷേപകർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നും ഇമിഗ്രേഷൻ റെസിഡൻഷ്യൽ തുറമുഖ കാര്യമന്ത്രി ഡോക്ടർ അൽ ഖാദർ പറഞ്ഞു. മലയാളികൾ ഉൾപ്പെടെയുള്ള രാജ്യത്ത് പ്രവാസികളായവർ ഭൂരിപക്ഷവും മാതൃരാജ്യത്തും UAE-യിലും മാറി മാറിയാണ് താമസിക്കാറ്. മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയുമായി ബന്ധപ്പെട്ട് നാട്ടിലും ഇവിടെയുമായി മാറി മാറി താമസിക്കുന്ന പ്രവാസികളായ രക്ഷിതാക്കൾക്കും ഈ നീക്കം തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് NTV. ദുബായിലെ എല്ലാ പാർക്കുകളിലും വൈഫൈ സംവിധാനവും ചാർജിംഗ് സംവിധാനവും ഏർപ്പെടുത്താനുള്ള മുനിസിപ്പാലിറ്റിയുടെ നടപടികൾക്ക് തുടക്കമായി. സ്മാർട്ട് പാം എന്ന പേരിലുള്ള പദ്ധതിയിലൂടെയാകാം എല്ലാവർക്കും സൗകര്യമൊരുക്കുക. പദ്ധതിക്ക് ദുബായ് സബീൽ പാർക്കിലെ 6ാം ഗേറ്റിലാണ് ആദ്യ സ്മാർട്ട് പാം സ്ഥാപിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ വർഷം തന്നെ 53 കേന്ദ്രങ്ങളിൽ കൂടി സ്മാർട്ട് പാം സ്ഥാപിക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. സ്മാർട്ട് പാം എന്ന പേരിലുള്ള പദ്ധതിയിലൂടെ ദുബായിലെ പാർക്കിലെത്തുന്ന സഞ്ചാരികൾക്ക് സൗജന്യ വൈഫൈ സൗകര്യമൊരുക്കുന്ന സംവിധാനത്തിനാണ് തുടക്കമായത്. വൈഫൈക്കൊപ്പം മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾക്ക് ചാർജിംഗ് സൗകര്യവും പാർക്കുകളിൽ ഒരുക്കുന്നുണ്ട്. ഇത്തരത്തിൽ സൗകര്യമൊരുക്കുന്ന മധ്യേഷ്യയിലെ ആദ്യ നഗരമാണ് ദുബായ് എന്നും അധികൃതർ പറഞ്ഞു. ദുബായ് സബീൽ പാർക്കിലെ 6ാം ഗേറ്റിലാണ് ആദ്യ സ്മാർട്ട് പാം സ്ഥാപിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഡയറക്ടർ ജനറൽ ഹുസൈൻ നാസർ ലൂട്ടായാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 52ഓളം സ്മാർട്ട് പാം സംവിധാനങ്ങൾ ദുബായ് ക്രീക്ക്, അൽ മംസാർ, അൽ ബർഷ പോലുള്ള പാർക്കുകളിലും പൊതു ബീച്ചുകളിലും ഈ വർഷം തന്നെ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ജൈടെക്സ് പ്രദർശനത്തിലാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ടെക് ഹബിലൂടെയാകും സൗകര്യങ്ങൾ ലഭ്യമാകുന്നത്. 6 മീറ്റർ ഉയരമുള്ള സംവിധാനത്തിന് മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സോളാർ പാനലിലായിരിക്കും സംവിധാനത്തിന്റെ ഊർജ്ജദായകർ. മൊബൈൽ ഫോണും ടാബ്ലറ്റും ചാർജ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ചാർജിംഗ് പോയിന്റുകളും ഇത്തരം സ്മാർട്ട് പനകളിലുണ്ടാകും. ഇത്തരം സംവിധാനങ്ങളുടെ 53 മീറ്റർ ചുറ്റളവിലായിരിക്കും സൗജന്യ വൈഫൈ ലഭ്യമാകുന്നത്. 50ഓളം പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന അതിവേഗ ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ സേവനദാതാക്കൾ പ്രമുഖ ടെലികോം കമ്പനിയായ ഡു ആണ്.
സ്മാർട്ട് പാനകളിലുള്ള 8ഓളം ചാർജിംഗ് പോയിന്റുകളിലൂടെ സാധാരണ ചാർജിംഗിനേക്കാൾ 2.5 ഇരട്ടി വേഗത്തിൽ ചാർജ് ചെയ്യാൻ കഴിയുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. മെയ് അവസാനം വരെ വൈവിധ്യമായ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അല്ലൈൻ മൃഗശാല അധികൃതർ അറിയിച്ചു. ലോകമാകെയുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി മത്സരിക്കും. മികച്ച ഫോട്ടോഗ്രാഫർക്കും വീഡിയോഗ്രാഫർക്കും അവാർഡ് നൽകുമെന്നും അധികൃതർ പറഞ്ഞു. സെൽഫിയുടെ മൃഗശാല പതിപ്പായ സൂഫിയാണ് മത്സരങ്ങളിലെ മുഖ്യ ആകർഷക ഇനം. മെയ് അവസാനം വരെ വൈവിധ്യമായ മത്സരങ്ങളാണ് അലൈൻ മൃഗശാലയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്കായി ഒരുക്കിയിരിക്കുന്നത്. 197ഓളം വർഗ്ഗങ്ങളിലെ 4000ഓളം മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ മൃഗശാലയിൽ വിവിധ വിഭാഗങ്ങളിലായാണ് ഫോട്ടോ വീഡിയോ ചിത്രീകരണ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അമച്വർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കൊപ്പം ഒരു മൊബൈൽ ഫോണുമായി മത്സരത്തിൽ പങ്കെടുക്കാൻ പൊതുജനങ്ങൾക്കും അവസരമുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. സെൽഫിയുടെ മൃഗശാല പതിപ്പായ സൂഫിയാണ് മത്സരങ്ങളിലെ മുഖ്യ ആകർഷണം. കളിയിൽ, വിശ്രമത്തിൽ, സൗഹൃദം, ആക്രമണം തുടങ്ങി വ്യത്യസ്ത മേഖലയിലും മത്സരങ്ങളുണ്ട്. മൈ ഡേ അറ്റ് സൂ എന്ന വിഖ്യാത യൂട്യൂബ് വീഡിയോയുടെ 10ാം വാർഷികം പ്രമാണിച്ച് അലൈൻ മൃഗശാലയിലെ എന്റെ ഒരു ദിവസം എന്ന പേരിലുള്ള വീഡിയോ ചിത്രീകരണ മത്സരവും ഒരുക്കിയിട്ടുണ്ട്. മരുഭൂമിയിലെ വന്യജീവികളുടെ ജീവിതത്തെക്കുറിച്ച് ലോകത്തിന് പുതിയ സന്ദേശങ്ങൾ സമ്മാനിക്കാൻ മത്സരങ്ങൾ സഹായകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മൃഗശാലയുടെ സവിശേഷത ലോകത്തിനു മുന്നിൽ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കാനാവുമെന്നും അലൈൻ മൃഗശാലയുടെ സംരക്ഷണ വിദ്യാഭ്യാസ മേധാവി മുന അൽ ദഹേരി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ മത്സരം മികച്ച നിലവാരമാണ് പുലർത്തിയത്. പുതിയ വിഭാഗങ്ങളും കൂടുതൽ മത്സരാർത്ഥികളും മികച്ച സമ്മാനങ്ങളും ഒരുക്കുന്നതോടെ ഈ വർഷത്തെ മത്സരം കൂടുതൽ മികവേറിയതാവുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. അരിസ്ലാൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ, ജൂനിയർ അരിസ്ലാൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ എന്നീ പുരസ്കാരങ്ങളാകും വിജയികൾക്ക് സമ്മാനിക്കുക. ലോകമാകെയുള്ള മികച്ച ഛായാഗ്രാഹകർ പങ്കെടുക്കുന്ന മേളയിൽ നിരവധി മലയാളികളും എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് NTV. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഷാർജയിലെ ഷേഖ് ഹുമൈദ് ബിൻ സാക്കിർ ഇന്റർസെക്ഷൻ വഴിയുള്ള ഗതാഗതമാണ് ഷാർജ റോഡ് ഗതാഗത അതോറിറ്റി നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. നാളെ രാവിലെ മുതൽ 3 ദിവസത്തേക്കായിരിക്കും നിയന്ത്രണം. ഈ ദിവസങ്ങളിൽ ഒരു വശത്തേക്ക് മാത്രമാകും പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക. യാത്രക്കാർ പരമാവധി ആ വഴിയുള്ള ഗതാഗതം ഒഴിവാക്കിയും വേഗത കുറച്ചും സഹകരിക്കണമെന്നും SRTA അധികൃതർ അഭ്യർത്ഥിച്ചു. ഷാർജ റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഷേഖ് ഹുമൈദ് ബിൻ സാഖിർ അൽ ഖാസ്മി ഇന്റർസെക്ഷൻ അടുത്ത 3 ദിവസത്തേക്ക് ഭാഗികമായി അടച്ചിടുമെന്ന് അറിയിച്ചത്. ഒരു വശത്തേക്ക് മാത്രമാകും ഏപ്രിൽ 23-ന് രാവിലെ മുതൽ ഏപ്രിൽ 26-ന് രാവിലെ 9 വരെ പാലത്തിലൂടെ സഞ്ചാരം നടത്താനാവുക. അൽവാദ റോഡിൽ നിന്നും അൽദൈദ് റോഡിലേക്കുള്ള പാതയിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാനാകും. അടിയന്തരമായ നവീകരണ പദ്ധതികളിലൂടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് പദ്ധതിയെന്ന് അധികൃതർ അറിയിച്ചു. പാലത്തിന്റെ മേലുള്ള എക്സ്റ്റൻഷൻ ജോയിന്റുകൾ നീക്കം ചെയ്ത് 7.3 മീറ്റർ വീതിയിലുള്ള പുതിയ ജോയിന്റുകൾ സ്ഥാപിക്കാനാണ് അതോറിറ്റിയുടെ തീരുമാനം. പൊതുജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതുപോലെയും ഗുരുതര അപകടങ്ങൾ ഉണ്ടാക്കുന്നതുപോലെയുമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നവീകരണ ജോലികളിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോലി പൂർത്തിയാവുന്നതോടെ ഹെവി ട്രക്കുകൾക്കും ചരക്ക് വാഹനങ്ങൾക്കും പാലത്തിലൂടെ സുഗമമായി കടന്നുപോകാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. വാഹനം ഓടിക്കുന്നവർ പാലത്തിലൂടെ വേഗത കുറച്ച് വാഹനം ഓടിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റു പാതകൾ തിരഞ്ഞെടുത്ത് പാലത്തിൽ കടക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഷാർജ ഭരണാധികാരിയും UAE പരമോന്നത സമിതി അംഗവുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖസ്മിയുടെ നിർദ്ദേശപ്രകാരമാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനമായത്. ഷാർജയുടെ നഗരവൽക്കരണത്തിന്റെയും വാഹന എണ്ണത്തിലുള്ള വർധനവും പരിഗണിച്ചാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നതെന്നും അധികൃതർ പറഞ്ഞു. യാത്രക്കാർ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ സെന്ററുമായി ബന്ധപ്പെടണമെന്നും ഷാർജ റോഡ് ഗതാഗത അതോറിറ്റി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. അബുദാബിയിലെ മുസഫയിൽ ഉപയോഗശൂന്യമായ 30 കിലോഗ്രാം പിടിച്ചെടുത്തതായി ഭക്ഷ്യനിയന്ത്രണ അതോറിറ്റി അറിയിച്ചു. 32 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 3 സ്ഥാപനങ്ങൾക്ക് താക്കീത് നൽകുകയും 1 സ്ഥാപനത്തിന് ഫൈൻ ചുമത്തുകയും ചെയ്തതായി അധികൃതർ പറഞ്ഞു. കർശനമായി പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഉപയോഗശൂന്യമായ 30 കിലോഗ്രാം ഭക്ഷണ പദാർത്ഥങ്ങളാണ് അബുദാബിയിലെ മുസഫ വ്യവസായ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യനിയന്ത്രണ അതോറിറ്റി പിടികൂടി നശിപ്പിച്ചത്. മേഖലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമുള്ള മത്സ്യമാംസ വിൽപ്പനശാലകളിലാണ് അതോറിറ്റി അധികൃതർ അപ്രതീക്ഷിത പരിശോധന നടത്തിയത്. ഇത്തരത്തിലുള്ള ഭൂരിപക്ഷം സ്ഥാപനങ്ങൾക്കും ഇറച്ചി മത്സ്യ വിൽപ്പനയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നും അധികൃതർ പറഞ്ഞു. 32 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 3 സ്ഥാപനങ്ങൾക്ക് താക്കീത് നൽകുകയും 1 സ്ഥാപനത്തിന് ഫൈൻ ചുമത്തുകയും ചെയ്തതായി അതോറിറ്റിയുടെ മാംസ പരിശോധനാ വിഭാഗം അധികൃതർ അറിയിച്ചു.
ഇത്തരത്തിലുള്ള പരിശോധനകൾ എമിറേറ്റിലെ ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് അതോറിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ മുഹമ്മദ് ജലാൽ അൽ റൈസി പറഞ്ഞു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യാപാര ലൈസൻസ് ഇല്ലാത്തവർ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നത് തടയാൻ ഇത്തരം പരിശോധനകൾ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതോറിറ്റി അതീവ ജാഗ്രത പാലിക്കുമെന്നും കർശനമായ പരിശോധനകൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ ബോധവൽക്കരണത്തിന് വേണ്ടി നടത്തുന്ന ഇടവേളകളിലെ പരിശോധനയ്ക്ക് പുറമെ അപ്രതീക്ഷിത പരിശോധനകളും നടത്താനാണ് അതോറിറ്റിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് NTV. 17ാമത് ജല ഊർജ്ജ സാങ്കേതിക വിദ്യ പരിസ്ഥിതി പ്രദർശനമായ വിറ്റെക്സിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വൻ ജനപങ്കാളിത്തം. സുപ്രീം കൗൺസിൽ ഓഫ് എനർജിയും ദീവയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ പരിസ്ഥിതി സൗഹൃദ ഫയർ എഞ്ചിൻ മുതൽ ഏത് ചൂട് കാലാവസ്ഥയിലും 15 ഡിഗ്രി തണുപ്പ് നൽകുന്ന കൂളിംഗ് ഉടുപ്പുകൾ വരെ കമ്പനികൾ അവതരിപ്പിക്കുന്നുണ്ട്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉൾപ്പെടെ 27 സർക്കാർ വകുപ്പുകളും 46 രാജ്യങ്ങളിൽ നിന്നും 1696 കമ്പനികളുമാണ് വിറ്റെക്സിൽ പങ്കെടുക്കുന്നത്. പ്രദർശനം നാളെ അവസാനിക്കും. ചായക്കപ്പ് മുതൽ ചെടിച്ചട്ടി വരെ, പെട്രോളില്ലാത്ത ബസ് മുതൽ സോളാർ മിനി വാട്ടർ പ്യൂരിഫയർ വരെ, ഇലക്ട്രിക് ഹൈബ്രിഡ് കാറുകൾ മുതൽ ഇലക്ട്രിക് ഹീറ്റ് ട്രെയിനിങ് സിസ്റ്റം വരെ ഒക്കെയും പരിസ്ഥിതി സൗഹൃദം ഉറപ്പുവരുത്തുന്നവ. വെട്ടെക്സ് 2015 എന്ന പേരിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അന്താരാഷ്ട്ര പ്രദർശനത്തിലെ ഇത്തരം പുതുമകൾ അവതരിപ്പിക്കുന്നത് 1-2 കമ്പനികളല്ല. ലോകത്താകമാനമുള്ള 46 രാജ്യങ്ങളിലെ 1696 കമ്പനികളാണ്. ദുബായ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, ദുബായ് മുനിസിപ്പാലിറ്റി, അബുദാബി സീവേജസ് തുടങ്ങി 27 സർക്കാർ വകുപ്പുകളും 26 ആഭ്യന്തര പവലിയനുകളും ഒത്തുചേരുന്ന വെട്ടെക്സ് 2015 സന്ദർശക തിരക്ക് കൊണ്ട് മാത്രമല്ല, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടും തികച്ചും വ്യത്യസ്തമാണ്. പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിര വികസനവും ഉറപ്പാക്കുന്നതിനുതകുന്ന ഉപകരണങ്ങൾക്കാണ് ഇത്തവണ അധികൃതർ പ്രദർശനത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. 25,000-ഓളം സന്ദർശകരെ പ്രതീക്ഷിക്കുന്ന മേള ദുബായ് ധനകാര്യമന്ത്രി ഷെയ്ഖ് ഹമദാൻ ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഉദ്ഘാടനം ചെയ്തത്. $1 മുതൽ $200 വരെ വിലയുള്ള വെറ്റ് ഇവാപറേറ്റീവ് കൂളിംഗ് ഉടുപ്പുകൾ UAE-യിലെ തൊഴിലാളികൾക്കായി വെട്ടെക്സിൽ ഇറ്റാലിയൻ കമ്പനിയായ ഇനൂടെക് അവതരിപ്പിക്കുന്നുണ്ട്. വാട്ടർ ഇലക്ട്രിസിറ്റി രംഗത്തും ഇലക്ട്രോണിക് കാർ വിപണന രംഗത്തും നിരവധി പുത്തൻ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന പ്രദർശനത്തിനോടനുബന്ധിച്ച് നിരവധി സെമിനാറുകളും അരങ്ങേറുന്നുണ്ട്. ഞാനിരിക്കുന്ന ഈ ഹാർഡ്ബോർഡ് കസേര മുതൽ പരിസ്ഥിതി സൗഹൃദ ടോയ്ലറ്റ് വരെ അടങ്ങുന്നതാണ് വെട്ടെക്സിലെ പ്രദർശനങ്ങൾ. ഈ പ്രദർശനങ്ങൾ നമ്മോട് പറയുന്നത് പുതിയ കാലം പരിസ്ഥിതി സൗഹൃദത്തിൻ്റേതാണ് എന്നുകൂടിയാണ്. വെട്ടെക്സ് വേദിയിൽ നിന്നും ക്യാമറമാൻ മുജീബിനൊപ്പം TS അതികുമാർ, NTV ന്യൂസ്. ദുബായിൽ നിയമം പാലിക്കാതെ പണം പിരിക്കുന്നവർക്ക് 1 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുന്ന നിയമം പ്രാബല്യത്തിൽ വരും. ഇതനുസരിച്ച് ധനസമാഹരണത്തിനും സംഭാവനകൾ സ്വീകരിക്കുന്നതിനും കർശന നിബന്ധന കൊണ്ടുവരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സക്കാത്ത്, ജീവകാരുണ്യ പ്രവർത്തനം എന്നിവയ്ക്ക് മാത്രമേ വ്യക്തികൾ സ്വമേധയാ സംഭാവന നൽകാൻ പാടുള്ളൂ. ഇത് ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മറ്റ് സംഭാവനകൾ സ്വീകരിക്കുന്നതിനും മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിൻ നടത്തുന്നതിനും കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി. ദുബായിൽ നിയമം പാലിക്കാതെ പണം പിരിക്കുന്ന എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് അധികൃതർ 1 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുന്ന പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഇതനുസരിച്ച് ധനസമാഹരണത്തിനും സംഭാവനകൾ സ്വീകരിക്കുന്നതിനും കർശന നിബന്ധന ഏർപ്പെടുത്തിയതായി വ്യക്തമാക്കി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവ് പുറപ്പെടുവിച്ചു. പുതിയ വ്യവസ്ഥ അനുസരിച്ച് സക്കാത്ത്, ജീവകാരുണ്യ പ്രവർത്തനം എന്നിവയ്ക്ക് മാത്രമേ വ്യക്തികൾ സ്വമേധയാ സംഭാവന നൽകാൻ പാടുള്ളൂ. ഇത് ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മറ്റു സംഭാവനകൾ സ്വീകരിക്കുന്നതിനും മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിൻ നടത്തുന്നതിനും കർശന നിബന്ധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക കാര്യ ജീവകാരുണ്യ വകുപ്പിൽ നിന്നും രേഖാമൂലം അനുമതി വാങ്ങിയാൽ മാത്രമേ ഇനി മുതൽ സംഭാവനകൾ സ്വീകരിക്കാൻ അനുമതി നൽകുകയുള്ളൂ. നിയമലംഘകർക്ക് 1 വർഷം വരെ തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതേസമയം UAE പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കൗൺസിൽ അംഗങ്ങൾ, കിരീടാവകാശികൾ, ഉപഭരണാധികാരികൾ എന്നിവർ പ്രഖ്യാപിക്കുന്ന ക്യാമ്പയിനുകൾക്ക് ഈ നിയമം ബാധകമായിരിക്കില്ല. ഇസ്ലാമിക കാര്യ ജീവകാരുണ്യ വകുപ്പിനാണ് ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്താനും നിയമലംഘനങ്ങൾ കണ്ടെത്താനുമുള്ള അധികാരം. ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാലുടൻ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ട്രക്ക്, ബസ്, ടാക്സി എന്നിവയിലെ ഡ്രൈവർമാർക്ക് വൈദ്യപരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് RTA അധികൃതർ ആരോഗ്യ മന്ത്രാലയ അധികൃതരുമായി ചർച്ച നടത്തി. ഡ്രൈവർമാർ രോഗങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കാനാണ് വൈദ്യപരിശോധനയെന്ന് RTA-യുടെ ഡ്രൈവേഴ്സ് ലൈസൻസിംഗ് വിഭാഗം ഡയറക്ടർ സുൽത്താൻ അൽ മസ്റൂ വ്യക്തമാക്കി. DHA അംഗീകരിക്കുന്ന ആരോഗ്യക്ഷമതയുള്ള ഡ്രൈവർമാർക്ക് മാത്രമേ ഇനി മുതൽ ട്രക്ക്, ബസ്, ടാക്സി വിഭാഗങ്ങളിൽ ഇനി മുതൽ ലൈസൻസ് ലഭിക്കൂവെന്നും അധികൃതർ അറിയിച്ചു.
ഡ്രൈവർമാർ രോഗങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കാനാണ് ദുബായിൽ വൈദ്യപരിശോധന ശക്തമാക്കിയത്. ഇതനുസരിച്ച് DHA അംഗീകരിക്കുന്ന ആരോഗ്യക്ഷമതയുള്ള ഡ്രൈവർമാർക്ക് മാത്രമേ ട്രക്ക്, ബസ്, ടാക്സി വിഭാഗങ്ങളിൽ ലൈസൻസ് നൽകുകയുള്ളൂ. യൂറോപ്യൻ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നിലവാരമുള്ളതായിരിക്കും DHA പരിഗണിക്കുന്ന ഡ്രൈവർമാരുടെ ആരോഗ്യം. രക്തസമ്മർദ്ദം, പ്രമേഹം, കണ്ണ് പരിശോധന എന്നിവയ്ക്കൊപ്പം പൊതുവിലുള്ള മറ്റു വൈദ്യപരിശോധനകളും പൂർത്തിയാക്കി ലാബ് ഫലങ്ങളിൽ കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തുന്നവർക്കാവും ലൈസൻസ് നൽകുക. സർവീസ് സെന്ററുകൾ, ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവിടങ്ങളിലാണ് ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷ നൽകേണ്ടത്. ഇതിനുശേഷം ഡ്രൈവറുടെ കണ്ണ് പരിശോധന നടത്തും. ആശുപത്രികളിൽ നിന്നും ഓൺലൈനായി പരിശോധനാ റിപ്പോർട്ട് RTA അധികൃതർക്ക് അയക്കും. ദുബായിൽ വൈദ്യപരിശോധന നടത്താൻ 8 സ്ഥാപനങ്ങൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. കനേഡിയൻ ഹോസ്പിറ്റൽ, ഇറാനിയൻ ഹോസ്പിറ്റൽ, DM ഹോസ്പിറ്റൽ, പ്രൈം മെഡിക്കൽ സെന്റർ, സുലേഖ ഹോസ്പിറ്റൽ, അൽ ഖലീജ് ഹോസ്പിറ്റൽ, അൽ മുസല്ല ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് വൈദ്യപരിശോധന നടക്കുന്നത്. ഡ്രൈവർമാർക്കൊപ്പം ശാരീരികക്ഷമത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയ അധികൃതർക്കൊപ്പം DHA, HAAD എന്നിവരുമായും RTA ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NTV. യമനിലെ ഹൂതി വിമതർക്കു നേരെ 4 ആഴ്ചയായി നടത്തിവന്ന വ്യോമാക്രമണം അവസാനിപ്പിച്ചതായി സൗദി അറേബ്യ. സൗദിക്കും അയൽരാജ്യങ്ങൾക്കുമുള്ള ഭീഷണി ഇല്ലാതാക്കിയെന്ന് സൗദി സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് അൽ അസരി അറിയിച്ചു. വിമതരുടെ കൈവശമുണ്ടായിരുന്ന മിസൈലുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞു. വ്യോമാക്രമണം നിർത്തിയാലും യമനിലേക്കുള്ള നാവിക ഉപരോധവും വിമത നീക്കങ്ങൾക്കെതിരെ ജാഗ്രതയും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. യമനിൽ രാഷ്ട്രീയ പരിഹാരത്തിനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവുകയെന്നും ഭീകരതയെ ചെറുക്കാനും രാഷ്ട്ര നിർമ്മാണത്തിനും യമൻ ഭരണകൂടത്തെ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 27 ദിവസം നീണ്ട യുദ്ധത്തിൽ 944 പേർ മരിച്ചതായാണ് UN റിപ്പോർട്ട്. യമനിലെ ഹൂതി വിമതർക്ക് നേരെ 4 ആഴ്ചയായി നടത്തിവന്ന വ്യോമാക്രമണം അവസാനിപ്പിക്കുകയാണെന്ന് സൗദി അറേബ്യ ചൊവ്വാഴ്ച രാത്രിയാണ് പ്രഖ്യാപിച്ചത്. സൗദിക്കും അയൽ രാജ്യങ്ങൾക്കുമുള്ള ഭീഷണി ഇല്ലാതാക്കിയെന്ന് സൗദി സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് അൽ ഹസിരി പറഞ്ഞു. വിമതരുടെ കൈവശമുണ്ടായിരുന്ന മിസൈലുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞു. വ്യോമാക്രമണം നിർത്തിയാലും യമനിലേക്കുള്ള നാവികോപരോധം വിമത നീക്കങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയും തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യമനിൽ രാഷ്ട്രീയ പരിഹാരത്തിനുള്ള ശ്രമമാണ് ഇനിയും ഉണ്ടാവുകയെന്നും ഭീകരതയെ ചെറുക്കാനും രാഷ്ട്ര നിർമ്മാണത്തിനും യമൻ ഭരണകൂടത്തെ സഹായിക്കുമെന്നും സൗദി അധികൃതർ അറിയിച്ചു. പ്രസിഡന്റ് അബദ് റബ്ബോ മൻസൂർ ഹാദിയുടെ സർക്കാരിനെതിരെ ഹൂതി വിമതർ നടത്തുന്ന യുദ്ധം തടയാൻ ഗൾഫ് സഹകരണ കൌൺസിലിന്റെ സഹായം യമൻ അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് മാർച്ച് 19-ലാണ് ഷിയ ഹൂതി വിമതർക്കെതിരെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ വ്യോമാക്രമണം തുടങ്ങിയത്. ഈജിപ്ത്, മൊറോക്കോ, ജോർദാൻ, സുഡാൻ, കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങളും വ്യോമാക്രമണത്തിൽ പങ്കെടുത്തിരുന്നു. വ്യോമാക്രമണവും ആഭ്യന്തര യുദ്ധവും രൂക്ഷമായതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യമനിൽ നിന്ന് തങ്ങളുടെ പൌരന്മാരെ ഒഴിപ്പിക്കുകയായിരുന്നു. 27 ദിവസം നീണ്ട യുദ്ധത്തിൽ 944 പേർ മരിച്ചതായാണ് UN കണക്കുകൾ വ്യക്തമാക്കുന്നത്. യമനിൽ വ്യോമാക്രമണം നിർത്താനുള്ള സൗദിയുടെ തീരുമാനത്തെ ഇറാൻ സ്വാഗതം ചെയ്തു. അതിനിടെ നിരപരാധികളെയും നിരാലംബരെയും കൊന്നൊടുക്കുന്നത് സൗദി അവസാനിപ്പിച്ചത് മികച്ച ചുവടുവയ്പ്പാണെന്നതിൽ സംശയമില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. യമനിൽ പാർട്ടികൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കുമെന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് NTV. വിദ്യാഭ്യാസ രംഗത്ത് സൗദി അറേബ്യ വൻ പുരോഗതിയാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കൈവരിച്ചതെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പറഞ്ഞു. വിരലിലെണ്ണാവുന്ന കലാശാലകളും ചെറിയ എണ്ണം സ്കൂളുകളും ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ചുരുങ്ങിയത് 2-3 സർവകലാശാലകൾ ഉയർന്നുവന്ന കാലമാണിത്. സ്വന്തം കത്ത് വായിക്കാൻ വായന അറിയാവുന്നവരെ തേടിപ്പോയിരുന്ന പഴയ തലമുറയിൽ നിന്ന് എല്ലാവരും അക്ഷരാഭ്യാസമുള്ള തലമുറയിലേക്ക് സൗദി സമൂഹം വളർന്നത് വിദ്യാഭ്യാസ പുരോഗതി കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്തിലെ പ്രതിപക്ഷ നേതാവ് മുസൈലം അൽ ബാറാക്കിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. അമീറിനെതിരെ അപകീർത്തിപരമായി സംസാരിച്ച കേസിൽ 1000 ദിനാർ ജാമ്യത്തിലാണ് ബാറാക്കിനെ ജയിൽ മോചിതനാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ബാറാക്കിന് ജാമ്യം അനുവദിക്കണമെന്ന് കുവൈത്ത് ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചത്. 2012 പ്രതിപക്ഷ സഖ്യം ഇറാദ റൗണ്ടബൌട്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹിനെ വിമർശിച്ച് സംസാരിച്ചു എന്നതായിരുന്നു മുൻ പാർലമെന്റ് അംഗം കൂടിയായ ബറാക്കിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം. നേരത്തെ കീഴ്ക്കോടതി കേസിൽ ഇദ്ദേഹത്തിന് 5 വർഷത്തെ തടവ് വിധിച്ചിരുന്നെങ്കിലും അപ്പീൽ കോടതി ഫെബ്രുവരിയിൽ ശിക്ഷാകാലം 2 കൊല്ലമായി ചുരുക്കുകയായിരുന്നു. തുടർന്നാണ് ബറാക്ക് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച സുപ്രീം കോടതി 1000 ദിനാർ ജാമ്യം അനുവദിക്കുകയും അടുത്ത മാസം 18-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അടുത്ത മാസം 19-ന് നടക്കുന്ന വിധി തന്റെ കക്ഷിക്ക് അനുകൂലമായിരിക്കുമെന്ന് ബറാക്കിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു.
മുസൈലം അൽ ബറാക്കിനെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ സർക്കാർ കരുതൽ തടങ്കൽ പാർപ്പിച്ചത് രാജ്യത്ത് വൻ പ്രതിഷേധങ്ങൾക്കാണ് കാരണമാക്കിയിരുന്നത്. പ്രതിഷേധം പോലീസും ബറാക്ക് അനുകൂലികളും തമ്മിലുള്ള തെരുവ് യുദ്ധമായി മാറിയതിനെ തുടർന്ന് അധികൃതർ ഇദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ബറാക്കിന് ജാമ്യം അനുവദിക്കണമെന്ന് കുവൈറ്റ് ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് NTV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന് പുറത്ത് 6 മാസം താമസിച്ചാൽ റെസിഡൻഷ്യൽ വിസകൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇനി ദുബായിലെ പാർക്കുകളിൽ സൗജന്യ വൈഫൈയും ചാർജിംഗ് സൗകര്യവും. സ്മാർട്ട് പാം പദ്ധതിക്ക് തുടക്കമായത് ദുബായ് സബീൽ പാർക്കിൽ. ഈ വർഷം പാർക്കുകളിലും ബീച്ചുകളിലുമായി 52 സ്മാർട്ട് പാമുകൾ കൂടി. ലോകമെമ്പാടുമുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് വൈവിധ്യമായ മത്സ്യങ്ങളൊരുക്കി അല്ലൈൻ മൃഗശാല അധികൃതർ. മത്സരങ്ങളിലെ മുഖ്യ ആകർഷണം സെൽഫിയുടെ മൃഗശാല പതിപ്പായ സൂഫി. മത്സരത്തിൽ പങ്കെടുക്കാൻ നിരവധി മലയാളികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഷാർജയിലെ ഷേഖ് ഹുമൈദ് ബിൻ സാക്കിർ അൽ കാസ്മി പാലത്തിലൂടെ നാളെ മുതൽ 3 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം. നടപടി അടിയന്തര നവീകരണ പ്രവർത്തനങ്ങൾക്കെന്നും യാത്രക്കാർ സഹകരിക്കണമെന്നും ഷാർജ റോഡ് ഗതാഗത അതോറിറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.